27,000 എത്രയോ എന്ന് ചോദിക്കേണ്ട ആ സമയം ഓടിപ്പോയി കുളിച്ച്. അല്ല പാറക്കുട്ടിയെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഉണ്ടാക്കിയ ഓടിയായത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രൈസ് യൂട്യൂബ് ചാനൽ. ഗൈസ്, സമയം എന്ന് പറയുന്നത് 4 മണിയാണ് വൈകുന്നേരം. അപ്പോൾ ഞാൻ റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഞാൻ ഇന്ന് എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് കുറേ നാളായി അനിയത്തിയും പാറക്കുട്ടിയൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ മേടിച്ച പ്രസാദവും പിന്നെ പാറക്കുട്ടിയുടെ ആ ഒരു ടോയ്സും എല്ലാം നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഗൈസ്, നമ്മൾ നേരെ പാറക്കുട്ടിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്, ഞാനും അമ്മയും കൂടെ. അവരറിയാതെയാണ് ഇങ്ങോട്ട് വന്നത്. ഹായ്. ഓ വീഡിയോ. ഇതായിരുന്നു പാറക്കുട്ടി ഉറങ്ങി കഴിച്ചതാ. നീ എന്തോന്നാ പഠിച്ചോണ്ടിരുന്നേ? പാറക്കുട്ടി ഇഷ്ടപ്പെട്ട? അങ്ങനെ നമ്മുടെ പാറക്കുട്ടിയുടെ വീട്ടിൽ പുതുതായിട്ട് AC ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് AC? സൂപ്പർ. ഇന്നലെ AC തന്നെ കിടന്നേ. ഒന്ന് AC വാങ്ങിക്കാൻ കാര്യം എന്ത്? ഭയങ്കര ചൂടായിരുന്നു. ഇപ്പഴാ തണുപ്പായാ? എവിടെ AC കാണിച്ച? ഇതാണ്. കൊള്ളാം. എത്ര രൂപയടി AC? 27,000 എത്രയോ? 27,000 സംതിങ്. എങ്ങനെയുണ്ട് ഇന്നലെ കിടന്നിട്ടൊക്കെ? കൊള്ളാം. അടുത്ത തന്നെ അല്ലേ? അപ്പൊ ഇനിയിപ്പം കറണ്ട് ബില്ല് ഇനി അടുത്ത തവണ ആകുമ്പോഴത്തേക്ക് കൊല്ലംകോട് നമുക്ക് ഒരുമിച്ച് പോവാം. അടുത്ത തവണ എനിക്ക് തോന്നണ ഇവിടെ പരീക്ഷ അപ്പോഴും കാണും, ആ സമയത്തിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങും. ഗൈസ്, നമ്മൾ ഇന്നലെ കൊല്ലംകോട് നിന്ന് പാറക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച പാവയാണിത്. എങ്ങനെയുണ്ട് പാറക്കുട്ടി? അടിപൊളി പാവയല്ലേ? അതിന് ഒരുപാട് ചെരുപ്പുകളൊക്കെ ഉണ്ട്. ഇത് നീ എവിടെ നിന്ന് വാങ്ങിച്ചേ? ലുലു മാളിന്നാ? നിനക്ക് ഇഷ്ടപ്പെട്ട പാവ ഏത്? എൻ്റെ തലമുടി കൊള്ളാല്ലേ, നല്ല ബ്ലൂ കളർ. ആ, വയലറ്റ് കളർ തലമുടി. അതിരിക്കട്ടെ, നീ പരീക്ഷയ്ക്ക് പഠിച്ചാ? ഓ, അത് പറഞ്ഞപ്പോ അങ്ങ് കിടന്നു. 9 ജോഡി ചെരുപ്പുള്ള പാവക്കുട്ടിയാണ് നമ്മളെ പാറക്കുട്ടിക്ക് കൊല്ലംകോട് നിന്ന് വന്നപ്പോ വാങ്ങിച്ചു കൊടുത്തത്. ഇതെന്തോന്നത്? അടുത്ത തവണ നമുക്ക് ഒരുമിച്ച് പോവാമേ കൊല്ലംകോട്. എന്തോന്ന്? അത് ശരി, അപ്പം കൊണ്ടുപോകണില്ല. നമുക്ക് വേണ്ടി ചായയൊക്കെ അശ്വതി ഉണ്ടാകുന്നു. താങ്ക് യു. എന്തോന്നാ ചായക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ലേ? നീ അറിഞ്ഞേ ഇല്ലല്ലേ? നമ്മള് ഞാൻ എന്നിട്ട് വിചാരിച്ചു ചിലപ്പോ ഇന്നാട്ടെങ്കിൽ ചേട്ടാ പറയുമോ എന്ന് വരാൻ എന്ന് വിചാരിച്ചോണ്ടിരുന്നു. ചിലപ്പോ സന്ധ്യയൊക്കെ ആകുമ്പോ പഠിച്ചൊക്കെ തീർന്നിട്ട് പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ചോദിക്കാന്ന് വിചാരിച്ചോണ്ടിരുന്നു. എന്തോന്ന് അങ്ങോട്ട് വരാനോ? എവിടെ അടുത്ത് പഠിച്ചതിന് ശേഷം ഒന്ന് ചോദിക്കാമോ എന്ന് വിചാരിച്ചോണ്ടിരുന്നു. അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. അതെ, പഠിക്കൂലായിരുന്നു, അതാണ് കുഴപ്പം. നമ്മളും വരണമെന്ന് വിചാരിച്ചല്ല. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ എന്ന് നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്ന് ചോദിക്കേണ്ട ആ സമയം ഓടിപ്പോയി കുളിച്ച്. അല്ലെങ്കിൽ കുളിക്കാൻ വളരെ ലേറ്റ് ആവുന്ന ആളാണ്. ഇത് കേട്ടുടനെ ഓടി. ഒരാൾ കറങ്ങി വരുന്നു. നീ ഇനി എന്ന് അങ്ങോട്ട്? 27-ാം തീയതി പരീക്ഷ. അതും കൂടെ ഈ അടുത്ത ആഴ്ചയും കൂടെ കഴിഞ്ഞാൽ പിന്നെ 30-31 അവിടെ ദിവസം.
എനിക്ക് പിന്നെ ക്ലാസ്സിനും പോകാൻ പറ്റില്ല. ഇപ്പൊ ടൈം ഇത് കാണണം, പരീക്ഷ കാണണം, പഠിപ്പിക്കാനും പറ്റാതെ. അങ്ങനെ നമ്മൾ ചായയും പഴംപൊരിയും മുട്ടക്കേക്കും എല്ലാം വന്നിട്ടുണ്ട്. ഏതായാലും ചായ ഒന്ന് കുടിക്കാം. നമ്മൾ വന്നത് പ്രമാണിച്ച് ഇവിടെ നല്ല കീട്ടില്ല മഴയാണ്. ഇത് മണിയണ്ണ ചേട്ടൻ്റെ വണ്ടിയാണ്. മഴ പ്രമാണിച്ച് പാറിൻ്റെ ചിന്നിപ്പൂച്ച ആ കാറിൻ്റെ ടയറിൻ്റെ ഇടയിലായിട്ട് കാണാം. കാറ് കുട്ടി എന്ത് പറ്റി? ചിന്നപ്പൂച്ച, ആ ചിന്നപ്പൂച്ചക്ക് എന്ത് പറ്റി? പണ്ട് ഇങ്ങനെയായിരുന്നു തന്നെ വയ്യേ? അല്ലെങ്കിൽ ഇവിടെ കൂടെ ആ നേരം ചാടി ചാടി കിടക്കണതാണ്. അകത്തോട്ട് ഓടി കയറും. മിന്നു അവിടെ മിന്നി മിന്നി ചത്ത എന്ന് ഏത് കാറിൻ്റെ ഇടയിൽ? നിങ്ങളെ കാറിൻ്റെ ഇടയിൽ ചത്ത് കിടന്നു അല്ലേ? ഉണ്ടായിരുന്നു ഗാനമേള. ഗാനമേള അടിപൊളിയായിരുന്നു. വിചാരിച്ചിരിക്കാതെ പോയതായിരുന്നു. എവിടെയായിരുന്നു? മാരായമുട്ട നീലകേശി. ഇവിടെ ഇരുന്ന് ആദ്യം പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു ഒത്തിരി തിരക്ക് കൂടുതലായിരിക്കും, പോണോ വേണ്ടെന്ന് പറഞ്ഞ് ചേട്ടൻ റോഡിലോട്ട് പോയതായിരുന്നു. അപ്പം ചേട്ടൻ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ പോവാം, ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ ഗാനമേള സൂപ്പർ എന്ന് വെച്ചാൽ എത്ര പാട്ട് കേട്ട്? നമ്മളൊരു 5-6 പാട്ടെങ്കിലും കേട്ടു. ലാസ്റ്റത്തെ ഒരു 5-6 പാട്ട് കേട്ടു. സൂപ്പറായിരുന്നു വിധു പ്രതാപിന്റെ ഗാനമേള. സ്റ്റേജിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് അടുത്തായിട്ട് തന്നെ വിധു പ്രതാപിനെ കാണാനും പറ്റും. പാറക്കുട്ടിയെ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടി അച്ഛൻ ഉണ്ടാക്കിയ എവിടെയായത്? ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. പാറക്കുട്ടി അപ്പൊ അവിടുത്തെ ഉത്സവത്തിനൊക്കെ വരും? അങ്ങോട്ട് വരും. നീ വരുമോ? വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങിയാണ്. ഓക്കെ, നമ്മൾ ഇറങ്ങിയാണ്. പാറക്കുട്ടി യെസ്, പ്രതീക്ഷിക്കാത്ത വരവ്. അപ്പൊ നമ്മൾ പോണ്. ഇനി നിന്ന് കഴിഞ്ഞാൽ മഴ പെയ്യും. ഓ, വരുമോ? ആ ഓക്കെ. അപ്പം വന്നിട്ട് നമുക്ക് അന്നത്തെ പോലെ സിനിമയൊക്കെ കാണാൻ പോവാം. ഓക്കെ ഓക്കെ ശരി ഗായ്സ്. അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലെല്ലാം പോയതിനു ശേഷം ഞങ്ങൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു. തോർന്നു വന്നപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? പാറക്കുട്ടിയൊക്കെ എന്തോ പാറക്കുട്ടി അവിടെ പഠിത്തവും കളിയും ഒക്കെ പാറക്കുട്ടിയെ കണ്ട് അമ്മ വിചാരിച്ചൊന്നുമില്ല നമ്മളൊന്ന് പോകുന്നല്ലേ? നമ്മൾ പെട്ടെന്ന് അങ്ങ് പ്ലാൻ ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ പോയത്. പാറക്കുട്ടി ഇനിയിപ്പോൾ എനിക്കൊന്ന് എന്ന് വരും, ഒരു 2-3 ദിവസത്തിനുള്ളിൽ വരും. ഓക്കെ, അപ്പം ഇനി 3 ദിവസത്തെ പരീക്ഷ ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരും. ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങാറായി. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയും പോലെ ഇനേബിൾ ചെയ്യുക. ഓക്കെ, ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ്.